ഞങ്ങളുടെ പാപം പൊറുക്കണേ റസൂലേ. പാട്ടുരൂപത്തിലൊക്കെ പാടുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ ഉസ്താദുമാര്? ഈ ചര്യ എവിടുന്നുണ്ടായി? ന്യായമായൊരു അതിന് ഉത്തരം ഉണ്ടായാൽ മതി. ഖുർആനിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇതാ ഖുർആനിൽ ഈ നബി, അതിന് മുമ്പ് കഴിഞ്ഞു പോയൊരു നബി മരണപ്പെട്ടിരുന്നു. ആ നബിയുടെ കബറിടത്തിലേക്ക് കുറെ ആളെ സിയാറത്ത് ടൂർ കൊണ്ടേയിരുന്നു. അവിടെ വെച്ച കബറിന്റെ അടുത്ത് വെച്ച ആ മഹാനെ അവർ വിളിച്ചിരുന്നു. ഇതാ സൂറത്ത് അൻആമിലെ 15-ാമത്തെ വചനം. ഇതാണ് തെളിവ്. ഇങ്ങനെയാണ് ആൺകുട്ടികൾ തെളിവ് ഉദ്ധരിക്കേണ്ടത്. അങ്ങനെ ഒരു തെളിവ് ഉദ്ധരിക്കാൻ പറ്റിയ ഒരൊറ്റ ആണ് എന്ന് പറയാൻ പറ്റിയ ഒരാള് സമസ്തയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം, ഞങ്ങൾ കാത്തു. അള്ളാന്റെ ഖുർആനിൽ കാണാൻ പറ്റില്ല, പിന്നെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് പിന്നെ ഖുർആൻ വലിയൊരു വിഷയമല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എവിടുന്നും പറയാം. ഞങ്ങളുടെ വിശ്വാസം അതല്ല. പരലോകത്തെ രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നവരാണോ സമസ്തയിൽപ്പെട്ട ആളുകൾ എങ്കിൽ ദയവ് ചെയ്ത് റബ്ബിനെ സാക്ഷി നിർത്തി നിങ്ങളോട് പറയാൻ, കഷ്ടമാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം ക്ലിയർ അല്ല, നമ്മുടെ ആചാരം ക്ലിയർ അല്ല. അതിന് ഞാൻ നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് പല തെളിവുകളും പറയാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ വദ്, സുവാഗ്, യഹൂസ്, യഹൂക്കിനെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ അവരെന്തായും പറഞ്ഞേ? അന്നത്തെ ഉസ്താദുമാര്, ലാ തദറുന്ന ഹാലിയതകും വലാ തദറുന്ന വദ്ദൻ, നിങ്ങൾ ഉപേക്ഷിക്കരുത്. ആരെ ഉപേക്ഷിക്കരുത്? ഔലിയാക്കളെ ഉപേക്ഷിക്കരുത്. എന്റെ ചോദ്യത്തിലേ ഉള്ളൂ, നൂഹ് നബിന്റെ ആന്റി ശബ്ദമാണോ അത്? നൂഹ് നബി പറയുന്ന ഒരു ആദർശത്തിന്റെ എതിർ ശബ്ദമാണോ അത്? ആ എതിർ ശബ്ദത്തിലുള്ള മുസ്ലിയാക്കന്മാരാണ് അന്നത്തെ സമസ്ത. ആ മുസ്ലിയാക്കന്മാർ എന്താ പറഞ്ഞേ? അല്ല വേണ്ടെന്ന് പറഞ്ഞേ? അല്ല, ഈ ഔലിയാക്കളെ ഒഴിവാക്കരുത്. നമുക്ക് അള്ളയും വേണം, ഈ ഔലിയാക്കളും വേണം. അള്ളയും വേണം, ഈ ഔലിയാക്കളും വേണം. നൂഹ് നബി പറഞ്ഞു, ഇബാദത്തുമായി ബന്ധപ്പെട്ടതിൽ അല്ല മാത്രം. ഈ മാത്രം എന്ന് കേൾക്കുമ്പോഴാണ് ദേഷ്യം. അല്ല പറയാണ് 39-ാം അധ്യായം 45 പറയണെന്നറിയോ? വൈദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി, അതായത് അവരോട് അല്ലാഹനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ അവർക്ക് അസഖ്യത ഉണ്ടാവും. അതുപോലെ വൈദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി, അല്ലാഹ്ക്ക് പുറമുള്ളവരെ പറ്റി പറഞ്ഞാലോ ഇദാഹു യസ്തബശിറൂൻ, അവർക്ക് സന്തോഷാണ്, അവർക്ക് സന്തോഷമാണ്. അള്ളാന്റെ കൂടെ മൊയ്തീൻ ശൈഖിനെയും വിളിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷാണ്. അവർ യഥാർത്ഥത്തിൽ പരലോകത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളല്ല. ഇത് അള്ളാഹ് ആരെ പറ്റിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കേരളത്തിലെ കവായി എന്ന് പറയുന്ന ഈ പയ്യന്നൂരിലെ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കുക, പയ്യന്നൂർ മണ്ഡല സമ്മേളനമാണല്ലോ. അള്ളാന്റെ കൂടെ മൊയ്തീൻ ശൈഖിനെ പറ്റി പറഞ്ഞാൽ ഏപ്പിക്ക് ഹാപ്പി ആയിരിക്കുന്നു. 14ാം നൂറ്റാണ്ടും ഒരു ഖുർആന്റെ വചനാണ് ഏപ്പിക്ക് ഹാപ്പി ആയിരിക്കും. എന്ത്? അള്ളാനെ മാത്രം പറഞ്ഞ ഓൽക്ക് ചൂട. ഒരു ഖുർആന്റെ വചന ഇതെങ്ങനെ ചൊരണ്ടിക്കളയും? നിങ്ങൾ വിചാരിക്കും മുജാഹിദക്ക് വേണ്ടി ഇറക്കിയ ഖുർആനിലാതുള്ളത് അല്ല, ലോക മനുഷ്യർക്ക് വേണ്ടി ഇറക്കിയ ഖുർആനിലെ 39-ാം അധ്യായം 45-ാമത്തെ വചന. അങ്ങനെ ഒരു വചനം ഉണ്ടോ നിങ്ങൾ പരിശോധിക്കുക. ആ വചനത്തിൽ എന്താ പറയുന്നത്? പ്രാർത്ഥന അള്ളഹാനോട് മാത്രം എന്ന് പറഞ്ഞാൽ ഓൽക്ക് ചൂടാവുന്നു. പ്രാർത്ഥന മൊയ്തീൻ ശൈഖിനോട് ആകാന്ന് പറഞ്ഞാൽ ഓർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്റെ ചോദ്യത്രേ ഉള്ളൂ, ഓർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞ ആ വിഭാഗം ഉണ്ടല്ലോ. അള്ളാനെയും മൊയ്തീൻ ശൈഖിനെയും വിളിച്ചാൽ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തെ പറ്റി അള്ളാഹ് എന്താ പറഞ്ഞേ? ഓല ആഖിറത്തിൽ വിശ്വസിക്കുന്നവരല്ല. അപ്പൊ ആഖിറത്തിൽ വിശ്വസിക്കുന്നവർ ആരാ? അള്ളാനെ മാത്രം വിളിച്ചാൽ സന്തോഷം ഉണ്ടാകുന്നവര്. അതാരാ അവിടെ കേരളത്തിൽ? ഇതൊരു അവകാശവാദാണോ? സിമ്പിൾ, വളരെ സിമ്പിൾ ആയ കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം, എന്താ അള്ളാഹ് നമുക്ക് പോരാത്തത്? അള്ളാഹ് എന്തേ നമുക്ക് പോരാത്തത്? പടച്ചോൻ എന്താ നമുക്ക് മതിയായിപ്പെടാത്തത്? റബ്ബിന് എന്താ നമുക്ക് തൃപ്തിപ്പെടാത്തത്? എന്തെങ്കിലും ഒന്ന് അള്ളല്ലാത്ത പടച്ചുവിടണ്ടോ? അള്ളല്ലാത്ത ഒരാൾ പഠിച്ചത് ഖുർആനിലെ 31-ാം അധ്യായം 11-ാമത്തെ വചനം. ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടിയാണ്. ഏത്? ഈ 7-14 ലോകങ്ങളും ഭൂമി നിങ്ങളെയും കൊണ്ടിളകാതിരിക്കാനുള്ള പർവ്വതങ്ങള്, മഴ വന്നിട്ട് നിങ്ങൾക്ക് ഭൂമിയെ അത് മുളപ്പിച്ചു തരുന്നത്, ചെടികൾ ഉണ്ടാകുന്നത്, ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടിയാണ്. നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. അള്ളാഹ്ക്ക് പുറമുള്ള മൊയ്തീൻ ശൈഖ് സൃഷ്ടിച്ചൊരു മുട്ടുസൂചി നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. ഇതെന്തിനായിരിക്കും അള്ളാഹ് പറഞ്ഞ്? നിങ്ങളിങ്ങനെ പിറകു പോകുന്ന ആളുകളുണ്ടല്ലോ ഔലിയാക്കളെ പിന്നാലെ, എന്തിന്റെ പേരിൽ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഞാനാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തെന്ന്. അപ്പൊ നിങ്ങൾ എന്റെ പിന്നിലല്ലേ വരേണ്ടത്? എന്നോടൊപ്പമല്ലേ വരേണ്ടത്? നിങ്ങൾ എന്നിലേക്കല്ലേ വരേണ്ടത്? ഇതൊന്നും ചെയ്യാത്തവരുടെ പിന്നാലെ പോകുന്നവരെ, നന്ദി കെട്ട വർഗമേ, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്നാണ് 39-ാം അധ്യായം 3-ാമത്തെ വചനം അള്ളാഹ് ചോദിക്കുന്നത്. അള്ളാഹ് എന്താ വചനത്ത് പറയണോ? നന്ദി കെട്ടോനെ ഔലിയാക്കളെ പിന്നാലെ പോകും. മുജാഹിദ് വാരിശ്ശേരി വെറുതെ പറയണല്ല. അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. ഖുർആനിലുള്ളതാണ്. ഔലിയാക്കളെ പിന്നാലെ പോകുന്നവർ
വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി, അല്ലാഹുക്ക് പുറമെ ഔലിയാക്കളെ പിന്നാലെ പോകുന്നവർ, ഔലിയാക്കളെ സ്വീകരിച്ചവർ. അതാരാ കേരളത്തിൽ? ഔലിയ എന്നല്ലേ അവിടെ ഉപയോഗിച്ച്? അല്ലാഹുക്ക് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ ആരാത്? ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് CM മടവൂരാന്ന് വിശ്വസിക്കുന്നവർ. അത്ഭുതമല്ലേ? സങ്കടമല്ലേ അത്? 1991 ചെവി പഴുത്ത്, കാലിന് പഴുപ്പ് ബാധിച്ച്, കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ട്, ക്ഷീണിച്ച്, അവശനായി, ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാനാകാതെ മരിച്ച CM മടവൂർ എന്ന മനുഷ്യൻ. ചിന്തിക്കാൻ വേണ്ടി കേട്ടോ പറയുന്നത്. മരിച്ചിട്ട് അദ്ദേഹത്തെ ഖബറിൽ കൊണ്ടടക്കി. സ്വന്തം കാലിലെ വ്രണം ഉണക്കാൻ പറ്റാത്ത ആള്, കാതിന് വന്ന പഴുപ്പ് ഉണക്കാൻ പറ്റാത്ത ആള്. ഇന്നെന്താ പറയുന്നത്? ഈ അണ്ടകടാകം മുഴുവനും അദ്ദേഹമാണ് നിയന്ത്രിക്കുന്നത്. അള്ളാഹ് പൂർണ്ണമായിട്ട് ആ നിയന്ത്രണം വിട്ടുകൊടുത്തു. നൗഷാദ് ഹസനി പറഞ്ഞത്, ഒരു മൊബൈൽ നമ്മൾ ഒരാൾക്ക് വാങ്ങിക്കൊടുത്താൽ ആ മൊബൈൽ പിന്നെ നമ്മൾ കൈകാര്യം ചെയ്യോ? പറ. ചോദ്യം ഭയങ്കര ചോദ്യമല്ലേ? അതുപോലെ അള്ളാഹ് ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം ആർക്കേൽപ്പിച്ചു? അപ്പൊ ഞാൻ ചിന്തിച്ചൊരു പോയിന്റ് എന്നറിയും, എന്റെ ഹൃദയമിടിപ്പ് എന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ഞാൻ മരിക്കുവോ? നിങ്ങൾ പറ. എന്റെ നിയന്ത്രണത്തിൽ, പൂർണ്ണമായ എന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യം, ഒരു കണ്ണ് ഇമ വെട്ടി തുറക്കുന്ന പോലെ എന്നെ ഏൽപ്പിക്കല്ലേ റബ്ബേ തുറഫത്ത ഐനി. അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മള്. ഒരു കണ്ണ് ഇമ വെട്ടുന്ന പോലെ എന്റെ നിയന്ത്രണത്തിലാകല്ലേ റബ്ബേ. അപ്പൊ ഫുൾ കൺട്രോൾ ആർക്കാണ്? പടച്ചോനാണ്. ഇത് അംഗീകരിക്കുമ്പോ ഒരാൾ മുസ്ലിമാവൂ. ഇത് മൊയ്തീൻ ശൈഖനാണ് ഇന്ന് ലോകത്തിന്റെ കൺട്രോൾ. അള്ളാഹ് ഇങ്ങനെ വെറുതെ കുത്തിരിക്കാന്ന് വിശ്വസിച്ച നീ കുഫറിലാണ് മോനെ, നീ കാഫിറാണ്. നിനക്ക് സ്വർഗത്തിന്റെ 7 അയലത്തെത്താൻ കഴിയില്ല. ചിലപ്പോ നിസ്കാരത്തായുമ്പോ ഉഹുദ് വലുപ്പുണ്ടാവും. കാര്യമല്ല. 25 ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും. ഒരു രക്ഷയില്ല. പറഞ്ഞല്ലോ, എന്റെ ഹജ്ജല്ല പ്രധാനം. നിന്റെ അഖീദ എന്താണ്? നിന്റെ ഹൃദയത്തിൽ വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. 49-ാം അധ്യായം 14-ാമത്തെ വചനം. ഹൃദയത്തിൽ ഈമാൻ കിടക്കണം. ആ ഈമാനിൽ എവിടെയാണ് പ്രവാചകന്മാർ നമുക്ക് ഇങ്ങനെ ഒരു ശൈലി കാണിച്ചെന്ന്? ഇല്ല, ഇങ്ങനെ ഒരു ശൈലി പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഇല്ല. എല്ലാം ഖബറിനെ ചുറ്റിപ്പറ്റിയാണല്ലോ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുക. ആ ഞാൻ ഒന്നുകൂടെ പറയുന്നു, കേരളത്തിലെ സമസ്തയുടെ പണ്ഡിതന്മാരോട്, സാധാരണക്കാരായ ആളുകൾ, നിങ്ങൾ ഇങ്ങനെ ചെന്നിട്ട് ഉസ്താദിനോട്, ഉസ്താദേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവേളയിൽ നബി പറഞ്ഞതും പ്രവർത്തിച്ചതും എനിക്കൊന്ന് വിശദീകരിച്ച് തരാമോ? കാറ്റ് പോയി പോവും സമസ്തന്റെ. കാറ്റ് പോവിടുന്ന്, അത് വിവരിച്ചാൽ പിന്നെ സമസ്ത ഉണ്ടോ? ജി പോവിടുന്ന്. നിങ്ങൾ ധൈര്യത്തോടു കൂടി നിങ്ങളെ പണ്ഡിതന്മാരെ നിങ്ങളെ വെല്ലുവിളിയായിട്ടെടുത്തോ. നിങ്ങളൊരു ഉസ്താദിന്റെ അടുത്ത് നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ പറഞ്ഞതും പ്രവർത്തിച്ചതും, ആ കുറഞ്ഞ സമയം, അതായത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ആ ദിവസങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മരിക്കണതിന്റെ കുറച്ച് മണിക്കൂറുകൾക്ക് ഇപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ഉസ്താദെ വളച്ചുകെട്ടില്ലാതെ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? ആ പറഞ്ഞ് പൂർത്തിയാവുമ്പോ ചെറിയവൻ സമസ്ത വിടും. ഓൻ ഈമാൻ ഉണ്ടെങ്കിൽ, ഓൻ മനുഷ്യനാണെങ്കിൽ, ഞാൻ അങ്ങനെയും പറയും, ഈമാൻ ഓൻ മനുഷ്യനായാൽ മതി, ഓൻ സമസ്ത വിടും. എന്താ കാരണം? ആ രംഗം നിങ്ങൾ പരിശോധിച്ച സമസ്തക്ക് വല്ലാതെ ക്ഷീണം തട്ടുന്ന നിമിഷാത്. 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് നബി പറയണം, ആയിഷ, ജൂത ക്രിസ്ത്യാനികൾക്ക് ഒരു ഗുണമുണ്ട് എന്നല്ല, ഒരു ദോഷമുണ്ട് ആയിഷ. എന്താണ് ആ ദോഷം? ശരിക്കും പച്ച മലയാളത്തിൽ, നാടൻ ശൈലിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജൂത ക്രിസ്ത്യാനികൾക്ക് ഒരു കുഴപ്പമുണ്ട് ആയിഷ. അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ അവരെ ശപിച്ചിരിക്കുന്നു ആയിഷ. ശാപം ഗുണപരമാണോ, പോസിറ്റീവാണോ, നെഗറ്റീവാണോ? അല്ലാഹ് ശപിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ ശപിക്കുക എന്ന് പറഞ്ഞാൽ ആ കർമ്മം പുണ്യകരമാണോ, ആ കർമ്മം നന്മയാണോ? എന്താ അത്? ലഅനല്ലാഹു യഹൂദ വന്നസാറ, ജൂത ക്രിസ്ത്യാനികളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഇത്തഖദു, അവരുണ്ടാക്കി, എടുത്തു, സ്വീകരിച്ചു, ഖുബൂറ, ഖബറുകളെ, അംബിയാഇഹിം, അംബിയാക്കളുടെ മസാജിദ, സുജൂദിന്റെ കേന്ദ്രങ്ങൾ. ഇന്ന് ഖബറിൽ സുജൂദ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഈ പണി ജൂതനും ക്രിസ്ത്യാനിയും ചെയ്തപ്പോ അല്ലാഹു അവനെ ശപിച്ചു. ഇത് സമസ്ത ചെയ്ത അള്ളാഹ്ക്ക് പെരുത്തിഷ്ടാണ് എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? ആരാ നിങ്ങളോട് പറഞ്ഞത്? നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോ എന്താ പറയുന്നത്? ഇനി ഏറ്റവും രസമുള്ള പോയിന്റ് അതിൽ എന്താ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം. ജൂതന്മാരും ക്രിസ്ത്യാനികളും നല്ല പരിപാടിയാ. അംബിയാക്കളുടേതാ, ലോക്കലൊന്നല്ല. ഔലിയാണോ അംബിയാണോ ആരാന്നൊന്നും അറിയാത്തവരുടേതല്ല, അംബിയ ആണ് എന്ന് ഉറപ്പുള്ളവരുടെ. അതാ ജൂതന്മാർ ചെയ്ത്.
ലോക്കൽ ആളുകളുടേതല്ല. അള്ളാന്റെ പത്തരമാറ്റി നബിമാരുടെ ഖബറ കെട്ടി ഉയർത്തി. അതിന്റെ പേരിൽ അവർ ശപിക്കപ്പെട്ട്. ഇനി ലളിതമായൊരു ചോദ്യം, ഈ ഖബർ കെട്ടി ഉയർത്തലും അവിടെ പച്ച മൂടലും ഇതൊക്കെ ഇസ്ലാം ആണെങ്കിൽ, ഇത് അള്ളാഹ്ക്ക് പെരുത്തി ഇഷ്ടാണെങ്കിൽ റസൂല് പറയേണ്ടത് എങ്ങനെയാ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആയിഷ, സംഗതി എന്തൊക്കെ നമ്മളിപ്പോ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആയിഷ, ഒരു കാര്യം ക്ലിയർ ചെയ്യാതെ പോകാൻ പറ്റില്ല. അതെന്താണത്? ആയിഷ നോക്കൂ, നമ്മൾ സൂറത്ത് ഫാത്തിഹയില് കോപിക്കപ്പെട്ടവരുടെയോ വഴിതെറ്റിയവരുടെയോ പാതയിൽ ഞങ്ങളെ ചേർക്കല്ലേ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും മാഷാ അല്ലാഹ് എടുത്തു പറയേണ്ട ഒരു ഗുണം ജൂത ക്രിസ്ത്യാനികൾക്ക് ഉണ്ട് ആയിഷ. അത് എടുത്ത് പറയേണ്ട ഗുണം തന്നെയാണ്. അതിനോളം വലിയൊരു പുണ്യവർക്ക് വേറല്ല. എന്താണെന്നറിയോ ആയിഷ? അമ്പിയാക്കൾ മരിച്ച പോലെ ഖബർ കെട്ടി ഉയർത്തും. അത് അവർ ചെയ്യുന്നൊരു വൻ പുണ്യകരമായ കാര്യമാണ് എന്നല്ലേ സമസ്ത ശരിയാണെങ്കിൽ മുത്തുനബി പറയേണ്ടത്? ഈ ഒരൊറ്റ പോയിന്റിൽ നിന്ന് സമസ്ത ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തലയുള്ളൂ, തലച്ചോറില്ല. നിങ്ങൾ തലച്ചോറുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. നിങ്ങൾക്ക് തലച്ചോറില്ല, നിങ്ങൾക്ക് തലച്ചോറില്ല. തലണ്ട്, തലച്ചോറില്ല. തലച്ചോറുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പോയിന്റ് മതി നിങ്ങളെ തിരിച്ചു ചിന്തിപ്പിക്കാൻ. ശരിക്കും പ്രവാചക തിരുമേനി പറയേണ്ടത് എന്താണ്? അള്ളാഹ്ക്ക് പെരുത്തി ഇഷ്ടായി എന്നല്ലേ പറയേണ്ടത്? അള്ളാഹ് ശപിച്ചു എന്നാ പറയണത്. എന്ത്? ഖബർ കെട്ടി ഉയർത്തലേ. എന്നിട്ട് നമ്മളതിന്റെ പിന്നിൽ ഇങ്ങനെ കൂടുക. എന്നിട്ട് ആ സിയാറത്ത്, ഈ സിയാറത്ത്, പുളിങ്ങോ മക്കാമ്, മറ്റേ മക്കാമ്, അതേ ഇത്, എന്നിട്ട് ജനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഇത് ഷിയാക്കളെ തുടങ്ങി വെച്ചതാ. ഷിയായിസമാണിത്. ഇത് ഷിയാക്കളെ തുടങ്ങിയതാരാ? അബ്ദുല്ലാഹിബ്നു സബ എന്ന ജൂതൻ. അബ്ദുല്ലാഹിബ്നു സബ എന്ന ജൂതൻ തുടങ്ങിയ പ്രസ്ഥാനമാണ് ഷിയായിസം. ആ അബ്ദുല്ലാഹിബ്നു സബ ജൂതനാണ്. ജൂതന്റെ പണി എന്താ? ഖബർ കെട്ടി ഉയർത്തല്, അള്ളാന്റെ ശാപത്തിന് പാത്രീഭൂതരാവല്. എങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ഇന്ന് നബി ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കും. നീ കവായിൽ നബി ജീവിച്ചിരുന്ന നബി എന്താ പറയാ? സമസ്തക്കാരെ. അങ്ങനെ ലാനല്ലാഹു യഹൂദ വന്നസാറ എന്നല്ല, ലാനല്ലാഹു അള്ളാഹ് ശപിച്ചിരിക്കുന്നു സമസ്തയെ, EKAP സുന്നിയെ. മറ്റേ രണ്ട് വിഭാഗമാണല്ലോ. റസൂൽ ഇന്ന് ജീവിച്ചിരുന്ന റസൂൽ എന്താ പറയോ? സമസ്തയിലെ EKAP സുന്നികളെ അള്ളാഹ് ശപിച്ചിരിക്കുന്നു. EK കാന്തപുരത്തെയും ജിഫ്രി മുത്തുക്കോയത്തങ്ങളെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും അള്ളാഹ് ശപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഖബർ കെട്ടിയുയർത്തിയതിന്റെ പേരിൽ എന്നല്ലേ റസൂൽ എന്ന് പറയാ? നിങ്ങൾ സ്വതന്ത്രമായി പടച്ചൊന്ന തലച്ചോറ് നിങ്ങളൊന്ന് ചിന്തിച്ചു. ഒറ്റയ്ക്ക് നമ്മുടെ പരലോകത്തിന് വേണ്ടി ആരും നമ്മുടെ ഖബറിൽ ഉണ്ടാവില്ല. വലഖദ് ജീതുമുനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ വമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. നിങ്ങളിൽ ഒരാളും തന്നെയില്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്. നിങ്ങളെ ഉമ്മ പ്രസവിച്ച പോലെ ചേലാകർമ്മം ചെയ്യാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായി, വിവസ്ത്രരായി നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ വരും. അങ്ങനത്തെ ഒരു ലോകത്ത് രക്ഷപ്പെടണ്ടേ? നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ ഒരു ലോകത്ത് രക്ഷപ്പെടണ്ടേ? ഏതെങ്കിലും നിങ്ങൾ നോക്കൂ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷണത്തിന്റെ എത്ര പരീക്ഷണങ്ങൾ. നബിയുടെ വീട്ടിൽ ശത്രുക്കൾ നബിയെ കൊല്ലാൻ വളയുന്നു. പേടിച്ചോ നബി? നിർഭയത്വം നബി പേടിച്ചില്ല. നബി പേടിച്ചില്ല. അലി ഇബ്നു അബീ ത്വാലിബ് ആ ബെഡിൽ കിടന്നു. ശത്രുക്കൾ നബിയെ കൊല്ലാൻ വളഞ്ഞു. നബി അല്ലാഹുവിൽ തവക്കുൽ ചെയ്തു. ഇബ്രാഹിം നബി എന്നെ രക്ഷിക്കും അലിയെ, അതുകൊണ്ട് നീ കിടക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞോ? എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, എന്തുകൊണ്ട് സമസ്തയുടെ പണ്ഡിതന്മാരുടെ നാവിൽ വന്ന കുഫറും ശിർക്കും നബിമാരുടെ നാവിൽ നിന്ന് എന്തേ വരാത്തത്? എന്താ അവർ അള്ളാനെ മാത്രം പറഞ്ഞത്? എന്താണ് അവരുടെ കുഴപ്പം? അള്ളാനെ മാത്രം തൃപ്തിപ്പെട്ട ഇബ്രാഹിം നബി മോശക്കാരനാണോ? ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം നിങ്ങൾ പറയുന്നത് അറിയോ? പ്രാർത്ഥന അള്ളാനോട് മാത്രം ഒരാൾ നടത്തിയാൽ ഓൻ ഇബിലീസിന്റെ കൂട്ടാളിയാണ്. അതിന്റെ ചുരുക്കം എന്താ? ഇബ്രാഹിം നബി ഇബിലീസിന്റെ ആളാണെന്ന് മലയാളത്തിൽ പുസ്തകം എഴുതിയവരങ്ങള്. 1.25 ലക്ഷത്തോളം അംബിയാ മുർസലിങ്ങൾ ഇബിലീസിന്റെ ആളുകളാണെന്ന് പച്ച മലയാളത്തിൽ. വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന ആശിം നഈമിയുടെ പുസ്തകത്തിന്റെ 30ാമത്തെ പേജ്. അതിൽ നിങ്ങൾ എഴുതി ആദം നബി ഇബിലീസിന്റെ ആളാണ്, നൂഹ് നബി ഇബിലീസിന്റെ ആളാണ്, മൂസാ നബി ഇബിലീസിന്റെ ആളാണ്, മുഹമ്മദ് നബി പൂർണ്ണമായി ഇബിലീസിന്റെ പിടുത്തത്തിലായിരുന്നു. പച്ച മലയാളത്തിൽ പുസ്തക എഴുതിയവരങ്ങൾ, നിങ്ങളുടെ ഉസ്താദുമാര്. എന്താ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ നബീനെ പറ്റി നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചതാ. അദ്ദേഹം ഇബിലീസിന്റെ ആളാണ്. ഏതാത്? കുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. സൂറത്ത് ജിന്ന് 72-ാം അധ്യായം 20-ാമത്തെ വചനം. അതിലെന്താ ഉള്ളത്? ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ വേറൊരാളോടും ദുആ ചെയ്യുകയില്ല. നിങ്ങൾ പറയണതോ? റബ്ബിനോട് അടക്കട്ടെ, ഔലിയാക്കളൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ റബ്ബിനെ പരിഗണിക്കാം. ഇവിടെയാണ് സമസ്തയുള്ളത്. പറയൂ, നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ ഇല്ലേ? ഞങ്ങൾ ഈ സമ്മേളനം നടത്തുന്നത് നിങ്ങളെ തിരുത്താനാ, ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കൂ, നബിയുടെ
ഉമ്മ നബിയുടെ 6ാമത്തെ വയസ്സിൽ മരിച്ചു. ദുഃഖിതനായിരുന്നു പ്രവാചക തിരുമേനി. നബി ഉപ്പാനെ കണ്ടിട്ടില്ല. നബി വല്യാപ്പ 8ാമത്തെ വയസ്സിൽ മരിച്ചു. ഉമ്മ മരിച്ച് 2 കൊല്ലം കഴിഞ്ഞ് നബിയുടെ വല്യാപ്പ മരിച്ചു. പൂർണ്ണമായ അനാഥത്വം. നബിയുടെ മക്കൾ പലരും മരിച്ചു. ഇബ്രാഹിം മരിച്ചപ്പോ 2 കൈകളിലും എടുത്ത് പറഞ്ഞു, മോനെ ഇബ്രാഹിം, നിന്റെ മരണം എന്നെ അഗാധമായി എനിക്ക് ദുഃഖം സമ്മാനിക്കുന്നുണ്ട് മോനെ. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഞാൻ ഒന്നും പറയില്ല. എന്തുകൊണ്ടായിരിക്കും അവർ അല്ലാ അല്ലാ എന്ന് മാത്രം പറഞ്ഞ്? പൂർവികരായ മരിച്ചുപോയ ഒരാളെ പേമടൊക്കെ പണ്ട് കാലത്ത് കുറവാ കാല് വെച്ചുത്തിയ മൊയ്തീശയേ ബദരീങ്ങളെ എന്റെ കുട്ടി, തൊട്ടിലെ പൊട്ടി വിടാം, ബദരീങ്ങളെ എന്റെ കുട്ടി എന്ന് പറഞ്ഞിരുന്ന നാം, നിങ്ങൾ ആരെങ്കിലും ചെന്നിട്ടോ ഒരാമിനത്താത്താന്റെ നാവിലൂടെ ബദരീങ്ങളെ എന്റെ കുട്ടി. ഇനി നോക്കൂ, ഫിറൗനിന്റെ ഭാര്യ ആസിയ, ആ പേരൊന്നുണ്ടല്ലോ. ആസിയ ബീവി മൂസാ നബിയിൽ വിശ്വസിച്ചതിന് ശേഷം അല്ലാഹ് മൂസാ നബിയെ രക്ഷിക്കണേ എന്ന് പോലും പറഞ്ഞിരുന്നോ? എന്റെ ചോദ്യമാണ്, സിമ്പിളാണ്. മൂസാ നബിജി കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, 9 മുഅ്ജിസത്ത് അള്ളാഹ് പ്രകടിപ്പിച്ച മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മൂസാ നബിയെ വിളിച്ചിട്ട് മൂസാ നബിയിൽ മാത്രമല്ല അവർ പറയുന്നെന്താ, ഞങ്ങൾ മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ വിശ്വസിച്ചു എന്നാ. പിന്നെ അവർ പറയുന്നെന്താ, നീ ഞങ്ങളുടെ വലത്തെ കൈയും ഇടത്തെ കാലും മുറിച്ചോ, ഞങ്ങൾ റബ്ബിലേക്ക് പോകുന്നവർ. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിറഔന വഅമലി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. 66-ാം അധ്യായം 11-ാമത്തെ വചനം. പ്രാർത്ഥിച്ചാരോടാ ആസിയ ബീവി? ഞാൻ ചോദിക്കുന്നു, മൂസാ നബിയിൽ വിശ്വസിച്ചതിന് ശേഷം മൂസാ നബിയോട് പ്രാർത്ഥിച്ചോ? മൂസാ നബിയുടെ അഭാവത്തിൽ ആസിയ ബീവി ഉണ്ടെങ്കിലും ഒരു തെളിവ് കൊണ്ട് ഞാൻ വരും നിങ്ങളെ കൂടെ, വേറെ ആരും വന്നിട്ടില്ലെങ്കിലും, നിങ്ങളെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഇല്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇസ്ലാമിനില്ല. ഒരു നബിയും മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി 12-ാം അധ്യായം 108-ാമത്തെ വചനത്തിൽ പറയാം, ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. അടിവരട്ടോളി, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. നബിക്ക് ശേഷം വന്നവരാണ്, നബിക്ക് മുമ്പുള്ളവരാണ് സകലമാന പ്രവാചകന്മാരും. ഞാൻ ഇബ്രാഹിം നബിയുടെ ദർഗയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു, ഞാൻ ഇസ്മായിൽ നബിയുടെ കബറിടത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു, ഞാൻ ഈസാ നബിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. അങ്ങനെ പറഞ്ഞില്ല, മറിച്ച് ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ്, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. ഞാൻ മാത്രമല്ല, ഈ സഹാബത്തും നിങ്ങളെ ക്ഷണിക്കുന്നത് റബ്ബിലേക്കാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ ആയത്തില്ലേ, ഇത് പേരോട് ഉദ്ധരിച്ച് പ്രസംഗിക്കോ? ഇത് പേരോട് ഉദ്ധരിച്ച് പ്രസംഗിക്കോ? പ്രസംഗിച്ച മുമ്പർക്ക് സ്ഥാനം ഉണ്ടാവും അതില്? വേണ്ട, നീ അള്ളാഹുലേക്ക് മാത്രം ക്ഷണിച്ചുകൊണ്ട് പേരോടൊരു പ്രസംഗം നടത്തി അന്ന് ഇറങ്ങിയ ചോറ് വരെ കിട്ടുമോ? അത് നിങ്ങൾ വഹാബിയായോ എന്നാ ചോദിക്കുക. അപ്പൊ ഇവരാരും ഓർക്കാത്തൊരു പോയിന്നത് നബിമാരൊക്കെ അതായിരുന്നു എന്നുള്ളത്. ഒരു നബിയെങ്കിലും സമസ്തക്കാരൻ, ഞാൻ നോക്കില്ലോ, നമ്മൾ പലപ്പോഴും പറയല്ലോ, ഈ നാട്ടിലെല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാ എന്ന് പറയാം. ഒറ്റക്കുട്ടിയും വേറല്ല. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കും, അംബിയാ മുർസലീങ്ങളിൽ ഒരു സമസ്തക്കാരനെ എനിക്ക് കാണിച്ചു തരുമോ? ഒരു നബിയിൽ ഒരു സമസ്തക്കാരന്റെ അഖീദ ഉള്ള ഒരു നബിയെ ഞാൻ എത്ര സമയമാണ് വെയിറ്റ് ചെയ്യാം? 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങളിൽ ഒരു നബി, സമസ്ത ഇന്ന് പ്രദാനം ചെയ്യുന്ന ആശയത്തെ പ്രദാനം ചെയ്ത് ലോകത്ത് വന്ന് പ്രബോധനം ചെയ്ത ഒരു നബി. സുഹൃത്തുക്കളെ, ഈ ചങ്കുറപ്പ് ഞങ്ങൾക്കുള്ളത് പോലെ വേറൊരാൾക്കുണ്ടാവില്ല. ചിന്തിക്കണം, നല്ലവണ്ണം ആലോചിക്കണം. ചിന്തിക്കണം. കാരണം പരലോകമുണ്ട്, ഈ ലോകത്തിനപ്പുറത്താ. അത് പരിഹാസം കൊണ്ട് ഇല്ലാണ്ടാകുന്നതല്ല, അത് കമന്റ് കൊണ്ട് ഇല്ലാണ്ടാകുന്നതല്ല. അള്ളാന്റെ ഗ്രന്ഥത്തെ ബഹുമാനിക്കുന്ന ഒരുത്തനും ആ കമന്റ് പറയില്ല. ആരോടല്ലേ പറയുന്നത്? കാട്ടുകോയിക്ക് എന്ത് സംക്രാന്തി, ചാത്തപ്പൻ എന്ത് മത്സരം? ഖുർആനും സുന്നത്തും അറിയാത്തൊരു കൗമിനോട് ഇത് പറയുന്നതിൽ എന്താ അർത്ഥം? പക്ഷെ ഒറ്റപ്പെട്ട മനുഷ്യന്റെ ഹൃദയത്തിന്റെ കവാടങ്ങളിൽ ഇത് ശബ്ദമായി ചെന്ന് മുട്ടും, ഉറപ്പാണ്. നമുക്കറിയാലോ, അമ്പിയാക്കൾക്ക്, പ്രവാചകന്മാർക്ക് കുട്ടികളില്ലായിരുന്നു. ചിലർക്ക് ആ നബിമാര് കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തത് ഔലിയാക്കളോടാണോ, അമ്പിയാക്കളോടാണോ, ജിന്നുകളോടാണോ, മലക്കുകളോടാണോ എന്ന് ചോദിച്ച ചോദ്യമാണത്. അല്ല എങ്കിൽ ആരോട്? അതൊരു ചോദ്യമല്ലേ അത്? ഈ ഉമ്മത്തിൽ കുട്ടികൾക്ക് വേണ്ടി ദർഗയിൽ പോണുണ്ട്, ഔലിയാക്കളോട് തേടുന്നുണ്ട്.
സിയമടവൂര് ആമിനത്താത്താക്ക് 25 കൊല്ലം തഹജ്ജുദ് നിസ്കരിച്ച ആമിനത്താത്താക്ക് കുട്ടീനെ കൊടുത്ത് സിയമാണ് അല്ലയല്ല എന്ന അബ്ദുസ്സമദ് സഖാഫി കാന്തപുരത്തിന്റെ അരുമ ശിഷ്യൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആ ക്ലിപ്പ് ഇവിടെ ഉണ്ട്, നിങ്ങളൊക്കെ കേട്ടതാണ്. എങ്കിൽ നമ്മുടെ ചോദ്യം, അതിനെന്താണ് തെളിവ്? എനിക്കൊരു കുട്ടി ഉണ്ടാകണം, അതിന് അള്ളാനെ വിട്ടിട്ട് വലിയിലേക്ക് വരുന്ന രീതി ഏത് ഇസ്ലാമാണെന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഏതാണ് ആ ഇസ്ലാം? അത് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കി. ഏതാണ് ആ ഇസ്ലാം? ആയത്തുദ്ധരിക്കണം. തൊള്ളത്താളം പോരാ, തൊള്ളത്താളം പോരാ. അതല്ല, മറിച്ച് ഖുർആനിൽ നിന്ന് ധരിക്കും. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അതൊരായത്താ. പടച്ചോനെ എനിക്കൊരു സാലിഹായ കുട്ടിനെത്താ. ആ പടച്ചോനെ എന്നുള്ളിടത്ത് എന്താ ഒരു പടപ്പില്ലാത്ത? ജിബ്രീലേ ഒരു കുട്ടിനെ കൊണ്ടാ എന്നെന്താ അല്ലാത്തത്? ഇതേ ചോദ്യമുള്ളൂ. ഇന്ന വലിയേ, ഇന്ന ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരെ, അങ്ങനെ എനിക്കൊരു കുട്ടിനെ തരൂ എന്നെന്താ? കുട്ടികളെ കൊണ്ടായി പാപ്പ. അതൊക്കെ നമ്മൾ കണ്ടല്ലേ, ഒരു മൊയ്ലിയാർ ഇങ്ങനെ കബറിന്റെ അടുത്ത് നിന്നിട്ട് ഞങ്ങളെ കാണുന്നില്ലേ പാപ്പ. അപ്പൊ ഓന്റെ വിശ്വാസം എന്താ? കുട്ടികളെ തരാൻ പറ്റുന്ന ആളാണ് ഈ കബറിൽ കിടക്കുന്നത്. എന്നാ അയാൾ മരിച്ചു പോയതോ? അത് ചിന്തിക്കൂല. മരണത്തിന് അയാൾ വിധേയമായത് അയാൾ ദുർബലനായത് കൊണ്ടാണ്, അത് മനസ്സിലാക്കൂല. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാൽ, അവിടെ ഇരിക്കുന്നവരോടാ പറയുന്നത്, എന്ത് പ്രതിസന്ധി വന്നാലും റബ്ബ് യാ മുആദ് യാ ഇബ്നു അബ്ബാസിനോടും പറയും, ഏ കുട്ടി യാ ഫുലാൻ, അല്ല നിനക്കെതിരെ ഒരാപത്ത് വരുത്താൻ തീരുമാനിച്ചാൽ ലോകം മുഴുവനും നിനക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കിയാലും നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഈ വിശ്വാസം ഏതാണ്? ഇനി ലോകം മുഴുവനും നിന്നെ ശിക്ഷിക്കാൻ മെനക്കെട്ടാലോ അല്ല രക്ഷപ്പെടുത്താൻ തീരുമാനിച്ച വേറൊരാക്കത് കഴിയില്ല. നമ്മൾ നിസ്കാരത്ത് സലാം വീട്ടിട്ട് എന്താ പറയണേ? അല്ലാഹുമ്മ അല്ലാഹുവേ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. നാദാ നീ തടഞ്ഞത് നൽകാൻ ഒരാൾക്കും. എന്റെ ചോദ്യം, ഇത് സമസ്തക്കാരും പറയുന്നില്ലേ? എന്നിട്ട് പിന്നെ നിങ്ങൾ എന്താ പറയണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതാണ് നിങ്ങളെ കുഴപ്പം. നിങ്ങൾ മകരി നിസ്കരിച്ചിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? പടച്ചോനെ നീ നൽകിയത് തടുക്കാനോ നീ തടഞ്ഞത് നൽകാനോ ഒരാൾക്ക് കഴിയില്ല. 25 കൊല്ലം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പടച്ചോൻ ഒരാൾക്ക് കുട്ടീനെ തടുത്തു വെച്ചാൽ 26ാമത്തെ കൊല്ലം അതൊരു മനുഷ്യനോട് ചോദിക്കുക വഴി റബ്ബിലുള്ള വിശ്വാസം സ്ട്രോങ് ആകുകയാണോ ചെയ്യുക, ദുർബലാകണോ? സിമ്പിൾ ചോദ്യാട്ടോ, വളരെ സിമ്പിളായ ചോദ്യം. 25 കൊല്ലം അള്ളഹാനോട് ചോദിച്ചിട്ട് കിട്ടിയില്ലേ, പിന്നെ വരുന്നത് നിരാശയല്ലേ? പിന്നെ വരുന്നത് നിരാശയല്ലേ? ഈ നിരാശ ഇസ്ലാമിനുണ്ടോ? ആയത്ത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? 19-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനം നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? സക്കറിയ നബി പറയുന്നത്, എന്റെ തലമുടി നരബാധിച്ചു, വാർദ്ധക്യത്തിന്റെ പൂർണ്ണത, എല്ലുകൾ ദുർബലം, തീർന്നില്ല, ഭാര്യയാകട്ടെ വന്ധിയുമാണ്, പ്രസവിക്കൂല. പക്ഷേ റബ്ബേ നിന്നോട് ദുആ ചെയ്യുന്നതിൽ എന്റെ ചോദ്യത്രേ ഉള്ളൂ. ആ സൂറത്ത് മറിയമിൽ റബ്ബിന്റെ സ്ഥാനത്ത് ജിബ്രീലെ ഞാൻ 25 കൊല്ലമായാലും ദുആ ചെയ്യണം, എന്നാലും എനിക്ക് നിരാശല്ലോ, അടുത്ത കൊല്ലങ്ങൾ തരും എന്ന് പ്രതീക്ഷ ഉണ്ട് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് ന്യായമാണ്. ഇതിന് കമന്റ് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന് പരിഹസിച്ചിട്ട് കാര്യമില്ല. ഇത് തലച്ചോറും തമ്മിൽ സംവദിക്കുക, അല്ലാതെ നമ്മൾ വയറ്റിലേക്ക് തിന്നതിന് ശേഷം പുറത്തേക്ക് ഉപേക്ഷിക്കുന്ന അവയവുമായിട്ടുള്ള സംവാദമല്ല ഇത്. ചിന്തിക്കാൻ, ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. മനുഷ്യന്റെ തലച്ചോറിൽ ആലോചിക്കേണ്ടതാണ്. എന്തുകൊണ്ട്? അല്ലെങ്കിൽ പറയൂ ഞങ്ങൾക്ക് ഖുർആനിൽ വിശ്വാസമില്ലെന്ന് പറയൂ, ഞങ്ങൾ വേറൊരു കൂടാരമാണെന്ന് പറയൂ. അത് നിങ്ങളിട്ട് പറയുന്നില്ല. നിങ്ങൾ ഇതിന്റെ നടുക്കണ്ടാണെന്ന് പറയുന്നു. എന്നിട്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾക്കിട്ട് ഉത്തരവില്ല. രോഗം വന്നു അയ്യൂബ് നബിക്ക്. പടച്ചോനെ എനിക്ക് രോഗം വന്നു റബ്ബേ, നീ പരമകാരുണികനാണ്. അല്ല മാത്രം. ഇതാണ് ഈ മാത്രത്തിന്റെ പ്രത്യേകത. ഈ മാത്രല്ലേ ഇസ്ലാമില്ല. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മാത്രത്തിലാണ്. മനസ്സിലായോ? ഈ മാത്രം ഉപേക്ഷിച്ചാൽ അവിടെ ഒക്കെ നിങ്ങൾ ആളെ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ ഇസ്ലാമില്ല, പിന്നെ അത് ഇസ്ലാം അല്ല. ഇത് ചിന്തിക്കാനാണ്. ഖുർആനിലെ 21-ാം അധ്യായം 83-ാമത്തെ വചനം, പടച്ചോനെ നീ രോഗം മാറ്റി തരണേ, റബ്ബേ നീ രോഗം മാറ്റി തരണേ. നമ്മുടെയോ? ഞാനത് മാറ്റിയിരിക്കുന്നു, ഞാൻ ദുആ പോലും ചെയ്യില്ല, അള്ളാഹിനോട് പ്രാർത്ഥിക്കണ്ട, എനിക്ക് മാറ്റാൻ കഴിയുമെന്നാണ് സിയമടവൂർ പറയുന്നതാണ് ഇവർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ പറഞ്ഞു, എനിക്ക് അപസ്മാരാണ്, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. അതാണ് യഥാർത്ഥ ഇസ്ലാം. ഒരു സമസ്തക്കാരി അല്ലാത്ത വഹാബിച്ചി നിങ്ങളുടെ ഭാഷയില് നബീന്റെ അടുത്ത് വന്ന് പറയാ, നബിയെ എനിക്ക് അപസ്മാരം വരുന്നുണ്ട്, എന്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നബി ഞാൻ നിങ്ങളോട് ദുആ ചെയ്യുന്നു എന്നല്ല, നബീന്റെ അടുത്ത് വരിക. എന്താ നബി ദൂരെയാ, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കുക.
എന്നാ അവരെ വീട്ടിലിരുന്നിട്ട് നബീനെ വിളിച്ചാ പോരെ? ചിന്തിക്കൂല നമ്മള്. അത് എനിക്ക് ഏറ്റവും വലിയ ദേഷ്യം തോന്നാറില്ല. അതുകൊണ്ടാണ് അല്ല പട്ടിക്കും പന്നിക്കും കൊടുക്കാത്ത ഒരു സാധനം തലച്ചോറിന്ന് വന്ന് തന്നിട്ട് പട്ടിനേക്കാൾ മോശാകുക, പന്നിയേക്കാൾ മോശാകുക. എന്നിട്ട് അല്ല പറയാ ഉലായിക്കല്ല നാം, എടോ മൃഗത്തെ പോലെ വല്ലതും അല്ലടോ, 4 കാലുള്ളതിനേക്കാൾ മോശമാണ്. അല്ല പറഞ്ഞതാ 7-ാം അധ്യായം 179. അതാകാതിരിക്കാൻ മനുഷ്യനായ സൗഭാഗ്യം കിട്ടിയില്ലേ? അതുകൊണ്ട് തലച്ചോറ് കൊടുത്ത് ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പ്രാർത്ഥിച്ചാൽ നിനക്ക് മാറും, പക്ഷെ നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു ഞാൻ ക്ഷമിക്കാം, ഔറത്ത് വെളിവാകാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്താൽ മതി. അപ്പോഴും പറയുന്നത് എന്താ, ഞങ്ങളോട് ദുആ ചെയ്യുന്നു എന്നല്ല, നിങ്ങൾ ദുആ ചെയ്താൽ മതി. ആരോട്? റബ്ബിനോട്. എന്തുകൊണ്ട്? നിങ്ങളുടെ ദുആ അല്ലാഹ് തട്ടൂല. അതാണ് പ്രാധാന്യം, അതാണ് ഇസ്ലാം. അല്ലാതെ അവരോട് ദുആ ചെയ്യാ ഇല്ല. അപ്പൊ പാണക്കാട് തങ്ങളെ അടുത്ത് ഒരാൾ ചെന്നു, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ തങ്ങളെ. അയാളെ വിശ്വാസം തങ്ങൾ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നാണെങ്കിൽ തങ്ങൾ എങ്ങനെ എനിക്ക് വേണ്ടി റബ്ബിനോട്, അല്ലാതെ പാണക്കാടുള്ള തങ്ങളെ കവായിന്ന് വിളിച്ചിട്ട് ദുആ ചെയ്യലല്ല, അത് ഇസ്ലാം അല്ല. ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മൊയ്തീൻ ഷേഖിനോട് അങ്ങനെ ഒരു ദീനില്ല കൂട്ടരെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ നോക്ക്, ചെങ്കടലിന്റെ അടുത്ത് വന്നു, ഫിറൗനും കൂട്ടരും ഉണ്ട്. ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. നിർഭയത്വം എവിടെയാ ഉണ്ടാകുക? ഫിറൗൻ ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുമ്പോ മൂസാ നബിയുടെ കൂടുള്ള ആളുകളുടെ മനസ്സിൽ പടച്ചോൻ ഇടപെടില്ല. കാരണം തൊട്ടപ്പുറത്ത് ചെങ്കടല, ഇപ്പുറത്ത് ശത്രുക്കളും. അവർ പറഞ്ഞു പിടിക്കപ്പെട്ടത് തന്നെ മൂസ, പിടിക്കപ്പെട്ടത്. ഭയപ്പെട്ടു, പേടിച്ചു അവർ. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാം പേടിച്ചോ? ഞങ്ങൾ പോയിന്റ് ചെയ്യുന്ന നബിമാരെന്ത് പഠിപ്പിച്ചു? നബിമാരുടെ അനുയായികൾക്ക് പറ്റിയ അബദ്ധത്തെ കുറിച്ചല്ല പറയുന്നത്. അവിടെ ചോദിക്കണേ, അദ്ദേഹം എന്താ പറയുന്നത്? ഖാല ഇന്ന മഗിയ റബ്ബീ സയഹ്ദീൻ, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ഇത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്ന എത്ര മുസ്ലിം നാമധാരികളുണ്ടോ? ബാങ്കട്ടോൻ പള്ളിയിൽ പോകും, നബീന്റെ പേരിട്ട് സലാത്ത് ചെല്ലും, പക്ഷെ അള്ളാനെ മാത്രം കേൾക്കുമ്പോൾ സഹിക്കുന്നില്ല. അങ്ങനെ എത്ര ആള് നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയോ? ഈ പ്രസംഗം കേൾക്കുന്നവരിൽ പോലും ഉണ്ടാവും. മൂസാ നബി പറയും ഇന്ന മഗിയ റബ്ബി, എന്റെ റബ്ബ് കൂടണ്ട്. എന്താ നിങ്ങൾക്ക് തൃപ്തിപ്പെടാത്തതെന്നാണ് ഞങ്ങളുടെ ചോദ്യം. എന്താ റബ്ബ് മതിയായിപ്പെടുന്നില്ലേ? റബ്ബിനേക്കാൾ മേലെയാണോ മരണത്തിന് വിധേയമാകുന്ന മനുഷ്യൻ? ആണോ? കാഷ്ടിക്കുന്ന, മൂത്രിക്കുന്ന, ക്ഷീണിക്കുന്ന, ഷുഗർ ബാധിക്കുന്ന, കൊളസ്ട്രോൾ വരുന്ന, ക്യാൻസർ ബാധിക്കുന്ന ഈ ദുർബലനായ ഖുലിഖൽ ഇൻസാൻ വഈഫ നിങ്ങൾക്ക് എങ്ങനെ അള്ളാനേക്കാൾ മേലെയായി? ഉറക്കം വരൂലട്ടോ ചിന്ത ഉള്ളവന്. അല്ലാത്തവനെല്ലാം കണക്കാ തിന്നൊറ്റ കടത്തം കേലയെ ഒലിപ്പിച്ച് ചിന്തിക്കുന്നവന് ഈ ചോദ്യത്തിന് മുമ്പിൽ ഉറങ്ങാൻ കഴിയില്ല. ഇസ്ലാമിലേക്ക് വന്ന പല ആളുകളും നബിയുടെ ചോദ്യം കേട്ടിട്ട് ഉറങ്ങിയില്ല. അങ്ങനെ നേരം വെളുക്കുമ്പോൾ അവർക്ക് ഹിദായത്ത് കിട്ടി. പല സ്വഹാബിമാർക്കും ഹിദായത്ത് കിട്ടിയത് അവർ ആലോചിച്ചിട്ടാ. ആ ആലോചന നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മൂസാ നബി പറയുന്നത് എന്റെ റബ്ബ് കൂടെ ഉണ്ട് എന്നാ. നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും. എന്ത് അപകടത്തിലും മേധാബൽ ഘട്ടത്തിലും എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. അങ്ങനെയല്ലേ? മാ സാബം മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബൽ അൻ നബ്റാഹാ. സൂറത്ത് ഹദീദ് 50-ാം അധ്യായം 22. ചിന്തിക്ക്, ഈ ലോകത്ത് നടക്കുന്നൊക്കെ അല്ലാഹു തീരുമാനിച്ചതാണ്. അത് ചിന്തിക്കാൻ നമുക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല. ഇബ്രാഹിം നബി അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു. ജിബ്രീൽ വന്നിട്ട് ചോദിച്ചു സഹായം വേണോ? വേണ്ടാന്ന് പറഞ്ഞു. എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ. ഹസ്ബുനല്ലാഹ് ഹസ്ബിയല്ലാഹ്, അല്ലാഹ് മതി, പടച്ചോ മതി. എന്ന് നോക്ക്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ 39-ാം അധ്യായം 36-ാമത്തെ വചനം. അടിമക്ക് അല്ലാഹ് പോരെ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ചോദിച്ചല്ല, മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചല്ല. ഒരു മൊയ്ലിയാർ കഴിഞ്ഞ ദിവസം എനിക്ക് മറുപടി പറഞ്ഞപ്പോ മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കുന്നു അല്ലാഹ് പോരെ അടിമക്ക്. മുജാഹിദ് ബാലുശ്ശേരി അല്ല മൊയ്ലിയാരെ, നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാത്. അല്ലാഹ് ചോദിച്ച ചോദ്യാ, ഞാൻ പോരെ നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾക്ക് തീരെ വേണ്ട. കാരണം അനല്ലാഹ് എന്ന് പറഞ്ഞ സി എം അടവൂരുള്ള പെങ്ങൾ എന്തിനാ 25 കൊല്ലം നിങ്ങളോട് ചോദിച്ചൊരു കുട്ടീനെ കിട്ടീനോ? ഒറ്റ കൊല്ലതാ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുട്ടീനെ വേണോന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ കിട്ടി. അപ്പൊ നിങ്ങൾ ആരെ പിന്നാലെ പോകും? നിങ്ങളൊരു വീട്ടിൽ കയറി 5 ലക്ഷം വേണമെന്നാണ് ചോദിച്ചു തീരുന്നതിനും 5 ലക്ഷത്തിന് കെട്ടെടുത്ത് തന്നു. നിങ്ങൾ 500 തവണ അപ്പുറത്ത് കയറി, പിന്നെ നിങ്ങൾ അവിടെ പോവോ? അള്ളാഹിനെ പറ്റി ഇത്ര വിശ്വാസേ ഇവർക്കുള്ളൂ സമസ്തക്ക്, കേരളത്തിലെ പടച്ചോനെ പറ്റി. മനസ്സിലായോ? പടച്ച തമ്പുരാൻ കൊടുക്കുന്നുള്ളിടത്തിലല്ല, പടപ്പുകളിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് അങ്ങോട്ട് പോകും. ഒരാളെടുത്ത് 2 ഓപ്ഷൻ ഉണ്ട്. 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്നിൽ ഒതുങ്ങുമോ? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, വിശ്വാസിക്ക് പടച്ചോൻ. അതാ ആ പടച്ചോൻ എല്ലാം തരും. അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ റബ്ബിൽ വിശ്വസിക്കാൻ ആ പ്രവാചകന്മാർ വിളിച്ചത്. ഈ പോയിന്റ് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? എന്നിട്ട് അള്ളാഹ് ആയത്ത് ചോദിക്കണമെന്നറിയോ?
അള്ളാഹ്ക്ക് പുറമെയുള്ളവരെ പറ്റി അവർ നിങ്ങളെ പേടിപ്പിക്കുകയോ? മൊയ്തീൻ ഷെയ്ഖിന്റെ കുരുത്തക്കേട്, ആ ദർഗന്റെ കുരുത്തക്കേട്, മമ്പർ തങ്ങളെ കുരുത്തക്കേട്, ഉള്ളാളം തങ്ങളെ കുരുത്തക്കേട്. പടച്ചോനാ പറയുന്നത് 39-36 അള്ളാഹ്ക്ക് പുറമുള്ളവരെ പറ്റി അവർ നിങ്ങളെ പേടിപ്പിക്കുകയോ? അങ്ങനെ പേടിപ്പിക്കുന്നവരോട് ആരാ? മുജാഹിദുകളാ? സമസ്തയല്ലേ? ആ ഷെയ്ഖിന്റെ കുരുത്തക്കേട്, ഈ ഷെയ്ഖിന്റെ കുരുത്തക്കേട് സത്യല്ലേ? നിങ്ങൾ അല്ല ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുജാഹിദുകളിട്ട് പരിഹസിക്കുന്നത്? അതെനിക്ക് മനസ്സിലായി. ഇത് പറയുമ്പോൾ മുജാഹിദുകളോട് ദേഷ്യം, ഇത് അല്ല പറഞ്ഞതാണ്. പടച്ചോനോടല്ലേ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ട്? ഞങ്ങൾ പടച്ചോൻ പറഞ്ഞിടത്ത് മാത്രം നിൽക്കുന്നു. നിങ്ങളോ? നിങ്ങൾ പടപ്പ് പറയുന്നത് കേട്ട് അത് വിശ്വസിക്കുന്നു. നിങ്ങളെ ഉസ്താദുമാരുടെ കയ്യിൽ ഒരു തെളിവില്ല, എന്നിട്ട് നിങ്ങൾക്ക് ഉസ്താദുമാര് വലുതാ. ഞങ്ങൾ ഒരു മൗലവിക്കും പ്രാധാന്യം കൊടുക്കാത്തോണ്ടാ ഞങ്ങൾ ഇവിടെ വിസ്തമായത്. കാരണം ഞങ്ങൾ നോക്കുന്ന ഉസ്താദിന്റെ വലിപ്പോ 25 കൊല്ലം സെക്രട്ടറി ആയോ പ്രസിഡന്റ് ആയോ എന്നുള്ളതല്ല. അയാൾ പറയുന്നത് ഇന്ന് ദീനാണോ? ഇന്നലെ വരെ അയാൾ ദീന് പറഞ്ഞു, ഇന്ന് അയാൾ ദീനല്ല. ഞങ്ങൾ പറയും സലഫി, മാഷാ അല്ലാഹ് ഞങ്ങളോട് ഞങ്ങൾക്ക് വലിയ ഇഷ്ടാ, പക്ഷെ ഇന്നലെ വരെ ഞങ്ങൾ പറഞ്ഞത് ദീനാണ്, നിങ്ങൾ പറയുന്നത് ദീനല്ല. അതുകൊണ്ട് ഞങ്ങൾ പിരിയാണ് കേട്ടോ. എന്താ പറയുന്നത്? സ്വർഗ്ഗമുള്ളത് കൊണ്ടാണ്. ദുനിയാവിലാണെ പിന്നെ ഈ പിരിച്ചില്ല ആവശ്യമല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി എത്ര വിഭാഗം ഉണ്ട്? നിങ്ങൾ പറയും ഇല്ല അല്ല, ഒരു മാത്രം പിളർന്നു. ഓലെന്താ പിളരാത്ത? ഒരു കിയാമത്ത് നാൾ വരെ പിളരൂല. എന്താ നിങ്ങൾ എന്നോട് ചോദിക്കും? നിങ്ങളോട് ചോദിക്കുക എന്താന്ന്? ജമാഅത്തെ ഇസ്ലാം നിങ്ങൾ ചോദിക്കുക, ഇവിടെ കെട്ടാവോ? ഓ ഇവിടെ കെട്ടാവോ? ഓ ഇങ്ങനെ കെട്ടാവോ? ഒരാള് ഇത് വഹാബിക്ക് വേണ്ടി, ഇത് സമസ്ത. ഓ ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രത്യേകത നിങ്ങൾ എന്ത് ചോദിച്ചാലും ഓ വിഷയമല്ല. എതിർപ്പുണ്ടെങ്കിലല്ലേ പിളർപ്പ്. മകൻ ചെയ്യുന്ന തെമ്മാടിത്തത്തോട് എതിർപ്പുള്ള ഒരു വാപ്പുണ്ടെങ്കിലല്ലേ ബാപ്പയും മോനും തെറ്റിയ? ബാപ്പ ഞങ്ങൾ ഓ ഞാൻ പെണ്ണിനെ ഓ കുഴപ്പമില്ല. അങ്ങനാണെങ്കിൽ പിന്നെ പിളർപ്പുണ്ടാവുമോ? ഇല്ല, ഉണ്ടാവൂലേ. അതുകൊണ്ടല്ലേ അതിലില്ലാത്ത. അതിലെന്ത് നിങ്ങൾ ഓരോ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കി എനക്ക് സ്ഥാനം. അങ്ങനെ എന്ത് ചപ്പനും ചവറിനും അതിൽ സ്ഥാനമുണ്ട്. ക്ഷമിക്കണം, മാപ്പാക്കണം. അതുകൊണ്ട് അത് വളരാത്ത കേട്ടോ. നേരെ മറിച്ച് ഇസ്ലാം അങ്ങനല്ല. ലോകാവസാനം വരെ ഒരു ന്യൂനപക്ഷ സത്യത്തിലുണ്ടാവും. 73 വിഭാഗവും അതിലൊരു വിഭാഗം കുല്ലുഹും ഫിന്നാർ, അതിൽ 72 നരകത്തിലാണ്. കണ്ട എല്ലാരും സ്വർഗത്തിലാണ് നല്ല ഒറ്റ വിഭാഗം. അതാരാ? തറക്തുകും അലൽ മഹിജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, പ്രകാശപൂരിതമായ പാതയിൽ വിട്ടേച്ച ആ ന്യൂനപക്ഷം. നേരത്തെ പറഞ്ഞ ഇന്നുരീദു ഇല്ലൽ ഇസ്ലാം 11-ാം അധ്യായത്തിലെ 84 മുതൽ 88 വരെയുള്ള വചനം പറഞ്ഞല്ലോ ഇവിടെ ഷറഫി. ആ ഇസ്ലാഹ് നടത്തുന്നവർ അവരാണ് ശരിക്കുമുള്ള സത്യസന്ധരായ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗറുകയിൽ അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്. ശത്രുക്കൾ കുനിഞ്ഞാൽ അവർ നമ്മളെ കാണൂലേ? നബി ചോദിച്ചു, എന്താണ് അബൂബക്കറെ? ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാനിൽ പോലും താളപ്പഴ വന്നു ആ സമയത്ത്. എന്താ? അവിടെയാണ് റസൂൽ തിരുത്തിയതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് ഓക്കെ ആയി. അപ്പൊ അത് പൂർണ്ണമായി. എന്താ കാരണം? അവര് കുനിയൂലേ. അപ്പൊ ചോദിക്കണേ, നമ്മൾ രണ്ടാളല്ലല്ലോ അബൂബക്കറെ, നമ്മുടെ കൂടെ നമ്മുടെ റബ്ബില്ലേ, പടച്ച തമ്പുരാനില്ലേ, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന റബ്ബില്ലേ, ഈ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബില്ലേ, മനുഷ്യന്റെ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന റബ്ബില്ലേ, മനുഷ്യന്റെ കണ്ണിന് കാഴ്ച കൊടുത്ത റബ്ബ്, ആ ആളുകളുടെ മുമ്പിലൂടെ ഞാൻ നടന്നു പോയപ്പോ എന്നെ കണ്ടില്ലല്ലോ അബൂബക്കറെ, അത് റബ്ബിന്റെ അനുഗ്രഹമല്ലേ അബൂബക്കറെ? ആ റബ്ബ് നമ്മുടെ കൂടെ ഇല്ലേ? എന്റെ ചോദ്യത്തിനേ ഉള്ളൂ, അബൂബക്കർ സിദ്ദീഖിനെ തിരുത്തിക്കൊണ്ട് മുഹമ്മദ് നബി പറയുന്ന ഈ വാചകം സമസ്തക്കാർക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങൾ കാസർഗോഡ് സമ്മേളനത്തിൽ പറഞ്ഞ എന്താ? ഈ സദസ്സ് തങ്ങന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്, ഓല പുണ്യപുരുഷന്മാർക്ക് കാണാം. കാരണം നാട്ടുകാർക്ക് കാണാൻ കഴിയില്ല എന്ന് ഓൽക്ക് ഉറപ്പാ. പിന്നെ നാട്ടുകാരും എന്താവും, എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തോലൊക്കെ ആയിരിക്കില്ല ഇരിക്കണേ. അപ്പൊ നമുക്ക് യോഗല്ല, സ്റ്റേജിൽ ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാവും. ഒലുണ്ടോ? അല്ല, ഒലും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടോ? അല്ല, അങ്ങനെ കാണാൻ പറ്റിയ ആരും അതിലില്ല എന്നർത്ഥം. ഓരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ജനങ്ങളെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ഈ വഞ്ചനയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം. അപ്പൊ നിങ്ങൾ നോക്കൂ, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനാത്തി ഫീ നഫ്സി വമാലിഹി വവലദിഹി ഹത്താ യൽഖല്ലാഹു തആല വമാലിഹി ഖതിയത്തുൻ. ഒരു സത്യവിശ്വാസിക്ക് പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. തുടർ പ്രോഗ്രാം അവരെ ശരീരത്തില്, മക്കളില്, സമ്പത്തില്. പാപമുക്തരായവരെ അല്ലാഹുവിനെ കണ്ടുമുട്ടും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയപ്പാട് കൊണ്ട്. ഫലിയബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ യത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഭയപ്പാടിന് ശേഷം നിർഭയത്വം. സൂറത്ത് ഫുസിലത്തിലെ ഹാമീൻ സജദയില് 45-46 വചനങ്ങൾ വായിച്ചു പോയാൽ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്നതറിയോ?
നിർഭയം പരലോകത്തെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ റബ്ബിനെ കൊള്ള ചെല്ലട്ടെ. നിർഭയം അള്ളാനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ അപ്പൊ ഭയപ്പാടില്ലാതെ പടച്ചോനെ കാണുക. അതാർക്കാ കഴിയാ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ. നിങ്ങൾക്ക് ഭയം വേണ്ട, നിങ്ങൾ നിർഭയരാണ്. കാരണം എന്താ? അല്ലാഹനെ റബ്ബായി തൃപ്തിപ്പെട്ടവരാണ്. അള്ളാനെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുക. അള്ളാനെ തൃപ്തിപ്പെടാൻ കഴിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഫലസ്തീനിലെ, ഞാൻ അധികം സംസാരിക്കുന്നത് ഫലസ്തീനിലെ കുട്ടികളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും. ഫലസ്തീനിലെ 3 വയസ്സുള്ള കുട്ടിന്റെ ഈമാൻ പോലും 69 വയസ്സുള്ള സമസ്തയുടെ മുഷാവറ അംഗത്തിനുണ്ടാവുമോ? 3 വയസ്സുള്ള കുട്ടിന്റെ യക്കീന്, 3 വയസ്സുള്ള കുട്ടിന്റെ 300 പട്ടാളത്തിന്, ഇന്ത്യയുടെ വലിയ മുതിർന്ന 30 വയസ്സ് പ്രായമുള്ള 3 ലക്ഷം പട്ടാളക്കാരൻ ഇന്ത്യയിലുണ്ടെങ്കിലും 3 വയസ്സുള്ള ഫലസ്തീനിന്റെ മനക്കരുത്ത് ഓനുണ്ടാവൂല. കുട്ടികൾ പറയുന്നുണ്ട്, 3 വയസ്സുള്ള ഒരു കുട്ടി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ടെലിഫോൺ കണക്ഷൻ വിച്ഛേദിക്കാം, എല്ലാ ലൈനുകളും നിങ്ങൾക്ക് കട്ട് ചെയ്യാം, ഇന്റർനെറ്റ് ഒഴിവാക്കാം, ഞങ്ങൾ റബ്ബും തമ്മിലുള്ള കണക്ഷനെ കട്ട് ചെയ്യാൻ നിനക്ക് കഴിയില്ല ഇസ്രായേലുകാരാ. അതാണ് ആ കുട്ടികളുടെ ഈമാൻ. റബ്ബുമായിട്ടാണ് കണക്ഷൻ. ഫലസ്തീനിൽ ഏതെങ്കിലും ഒരു കുട്ടി ബഗ്ദാദിലെ മൊയ്തീൻ വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നു സമസ്തക്കാരെ, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? മഹത്തായ ഒരു മതത്തിന്റെ അനുയായികളായിട്ടും തലപ്പാവ് കെട്ടിയിട്ടും വെള്ളത്തുണി കൊടുത്തിട്ടും നിങ്ങൾക്ക് ഈ മതം മനസ്സിലായില്ലല്ലോ. നിങ്ങളുടെ ഉസ്താദുമാരിൽ ഒരാൾക്ക് പോലും ഇത് മനസ്സിലായില്ലല്ലോ. ഫലസ്തീനിലെ 3 വയസ്സിന്റെ കുട്ടിന്റെ ഈമാൻ പോലും നിങ്ങൾക്ക് ഒരാൾക്ക് ഉണ്ടായില്ലല്ലോ. എന്തൊരു കഷ്ടമാണ്. ജീവിതത്തിൽ എത്ര അത്ഭുതകരമായി. നമ്മൾ അള്ളാഹിനോട് പറയണം, പഠിച്ചോനെ വഴിതെറ്റിയ ക്രിസ്ത്യാനികളുടെ മാർഗത്തിൽ ചേർക്കല്ലേ. ക്രിസ്ത്യാനി എവിടെയാ വഴിതെറ്റിയെ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഈസാ നബീനെ കുരിശിലേറ്റുമ്പോ ഈസാ നബി ദുആ ചെയ്ത് പടച്ചോനോടാണെന്ന് ബൈബിളിലുണ്ട്. പടച്ചോനെ നീ എന്നെ കൈവടിഞ്ഞത് എന്തേന്ന് ഈസാ നബി പറയുന്നതായി ബൈബിളിലുണ്ട്. ഈസാ നബീനെ ഇവർ കുരിശിൽ, പിലാത്തോസിന്റെ പടയാളികൾ കുരിശിലേറ്റുമ്പോ ഈസാ നബി പടച്ചോനോട് എന്നെ കൈവിട്ടത് എന്തേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങ് എന്നിൽ നിന്ന് ഉയർത്തിയാലും. ഞാൻ ഒരിക്കലും കുരിശുമരണം ഇഷ്ടപ്പെടുന്നില്ല റബ്ബേ എന്നാ പറയുന്നത്. എന്നെ രക്ഷപ്പെടുത്തു റബ്ബേ. അങ്ങനെയാണ് ഈസാ നബി പ്രാർത്ഥിച്ചത്. പക്ഷെ ക്രിസ്ത്യാനികൾക്ക് പിന്നെ എന്ത് സംഭവിച്ചു? ക്രിസ്ത്യാനികൾ പറഞ്ഞു, സംഗതി നിങ്ങളും രക്ഷ തേടി പ്രാർത്ഥിച്ച അള്ളാനോടാ, ഞങ്ങൾക്ക് അള്ളാനെ വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങളെ മതി. ക്രിസ്ത്യാനി പേച്ചതപ്പോഴാ? ഈസാ നബി അള്ളഹാനോട് മാത്രം പ്രാർത്ഥിച്ച് കാണിച്ചപ്പോ ക്രിസ്ത്യാനികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് നിങ്ങൾ മതി, നിങ്ങൾ തരുന്നത് മതി, അള്ളാഹ് അത് അവിടെ കട്ടെ, നിങ്ങൾ ചോദിച്ചല്ലേ എന്നുള്ള ഞങ്ങളുടെ വിഷയമല്ല. ഇത് തന്നെയല്ലേ സമസ്ത? ഇത് തന്നെയാണ് സമസ്ത. ഇതിനേക്കാൾ അപ്പുറത്തുമാണ്. അതെന്താ? ഒറ്റ പോയിന്റ് കൊണ്ട് ഞാൻ പറയാം. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോ ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ച്? ഈസാ നബി കുരിശിൽ കിടന്നും പടച്ചോനോട് പ്രാർത്ഥിച്ച പോലെ ഇത് റബ്ബിനോട് അവർ ഇസ്തിഹാസ നടത്തി. ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ കൂടെയുള്ള 318. സമ്മതിച്ചോ? അവർ ആബൽ ഘട്ടത്തിൽ റബ്ബിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ കാന്തപുരത്തിന്റെ മോൻ എന്താ പറയുന്ന അറിയോ? ക്രിസ്ത്യാനി പറയുന്ന പോലെ കാന്തപുരത്തിന്റെ മോൻ എന്താ പറയുന്ന അറിയോ? കേട്ടോ, ഇതാണ് തെളിവ്, സ്ട്രോങ് തെളിവാ പറയുന്നത്. കാന്തപുരത്തിന്റെ മോൻ ക്രിസ്ത്യാനികൾ പറഞ്ഞ പോലെ പറഞ്ഞു, നബിയെ, ബദരീങ്ങളെ, നിങ്ങൾ ആബൽ ഘട്ടത്തിൽ റബ്ബിനോടാ തേടി. ആ റബ്ബിനെ തൽക്കാലം എന്റെ നോളർ സിറ്റി നന്നാക്കുന്നതിൽ എനിക്ക് വേണ്ട. പച്ച മലയാളത്തിലല്ലേ അത് പ്രസംഗിച്ച്? എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങളെ മതി. ബദരീങ്ങളെ, നോളർ സിറ്റിയുടെ പ്രതിസന്ധി ദൂലീകരിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വെറുതെ പറയല്ല, കാന്തപുരത്തിന്റെ മോന്റെ ക്ലിപ്പ് ഇവിടെയുണ്ട്. നിങ്ങൾ ആരിവിടെ വന്ന് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് സംഘാടകർ തരും. അത് എന്ത് പ്രതിസന്ധി നേരിട്ടപ്പോ കാന്തപുരത്തിന്റെ മോൻ അബ്ദുൽ ഹക്കീം അസ്ഹരി ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു. ക്രിസ്ത്യാനികളോ യേശുവിനോട് പ്രാർത്ഥിച്ചു. ഇനി ഇന്നൊരു ഖുർആൻ ഇറങ്ങുകയാണേ, അള്ളാഹ് എന്താ പറയാ അറിയോ? വഴിവെച്ച സമസ്തയുടെ മാർഗത്തിലും ഞങ്ങൾ പെടുത്തരുതേന്ന് നിങ്ങൾ ദുആ ചെയ്യണം എന്നായിരിക്കും അള്ളാഹ് ഖുർആൻ ഇറക്കുക. ഇനി നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? എനിക്ക് ഈ കഴിവേ അള്ളാഹ് തന്നിട്ടുള്ളൂ. ഞാൻ അത്ര സന്തോഷവാനാണ്. ഈ സത്യം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു, ഒരു വളച്ചുകെട്ടുമില്ലാതെ. ആർക്കിഷ്ടപ്പെട്ടാലില്ലെങ്കിൽ ഇതാണ് ഹക്ക്. ഈ ഹക്കിനപ്പുറത്ത് മറ്റേത് ഹക്കിന് ശേഷം ളലാലത്തല്ലാതെ റബ്ബിനോട്. അതുകൊണ്ടാണല്ലോ ഖുർആൻ ആയത്ത് എവിടെയുള്ളത്? 7-55 അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞ് നബിമാര് പഠിപ്പിച്ചാൽ പിന്നെ അവിടെ വന്ന് അള്ളാഹ് ദുആ ചെയ്യാന്നുള്ള ഫസാദ് ഉണ്ടാക്കരുതടോ. ഖുർആന്റെ ആയത്താ. പേരോടിനോട് അല്ല പറയാ, കാന്തപുരത്തിനോട് പറയാ. മുജാഹിദുകൾ വന്ന് പ്രസംഗിച്ചെടുത്ത് മറുപടി കൊടുക്കാൻ പോണ്ട എങ്ങായി.
ഈ ചെയ്യുന്നത് ദുൽമാണ്. ഈ ചെയ്യൽ ഖുർആന്റെ ഒരു ആയത്താ മോനെ. റോട്ടിൽ ആരും കേൾക്കുന്ന നിങ്ങളോട് പറയണം, നിങ്ങളെ പരലോകോർത്തിട്ട് പറയണം. 7-ാം അധ്യായം 55 പറയണെന്നറിയോ? അള്ളഹാനോട് മാത്രമേ ദുആ ചെയ്യാവൂ എന്ന് പഠിപ്പിച്ചതിന് ശേഷം അല്ലാത്തവരോട് ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് വയലേറിയാൻ പോയല്ലേ? അത് ഫസാദാണ്. ആ ഫസാദ് അവിടെ പോയി ഉണ്ടാക്കല്ലേ? അവിടെ പ്രവാചകന്മാർ അള്ളാനെ മാത്രമേ വിളിക്കാവൂ എന്നുള്ള തൗഹീദ് പഠിപ്പിച്ചു. ഇത് അവിടെ ചെല്ലല്ലേ? അത് ആരോടാ? അത് സമസ്തയോടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാനെ മാത്രം വിളിച്ചു ദുആ ചെയ്ത് അപ്പൊ തന്നെ മറുപടി ആര്? അബൂലഹബ്, നബീന്റെ എളാപ്പ. ആളുകൾ ചോദിച്ചു അച്ചങ്ങായി ആരാ? മുജാഹിദായ നബി പ്രസംഗിക്കുന്നിടത്ത സമസ്തക്കാരനാരാ? അത് അബൂലഹബാണ്, നബീന്റെ എളാപ്പയാണ്. ചിന്തിക്കുക. ഇതാണ് പ്രശ്നം. ദീന് പഠിക്കാത്തോണ്ട് ഞാൻ പറയുന്നൊക്കെ നിങ്ങൾക്ക് അതിശയായിട്ടേ തോന്നുന്നു. ഞങ്ങൾ എന്താ ചെയ്യുന്ന അറിയോ? ഞങ്ങളൊന്നും പരസ്പരം ടി.കെ. അഷ്റഫിനെ വിളിച്ചിട്ട് ദീൻ എന്താ ഞങ്ങൾ ചോദിക്കില്ല. ഞങ്ങൾ ചോദിക്കാറില്ല, അതിന്റെ ആവശ്യമില്ല. PN വിളിച്ചിട്ട് ദീൻ എന്താ ഞങ്ങൾ ചോദിക്കില്ല. ദീൻ എന്താണെന്നറിയാൻ അള്ളാഹ് ഖുർആനും സുന്നത്തും ഇറക്കി. അത് പഠിപ്പിക്കുക, പഠിക്കുക. അറിവില്ലാത്തത് വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അത് അള്ളാഹ് പറഞ്ഞതാ. അറിവുള്ളവരോട് ചോദിക്കുന്നു. ഞങ്ങൾക്ക് അറിവില്ലാത്തൊരു കാര്യം അറിവുള്ളവരോട് ഞങ്ങൾ ചോദിക്കും. ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്താ ചോദിക്കാറിയോ? ഈ വിഷയത്തിൽ ഖുർആൻ എന്താ പറയുന്നത്, സുന്നത്ത് എന്താ, നിങ്ങളോ മദ്ഹബ് എന്താ പറയുന്നത്, ഉസ്താദ് എന്താ പറയുന്നത്, സമസ്ത എന്താ പറയുന്നത്? ഇതാണ് കുഴപ്പം. ഈ ചോദ്യം മുജാഹിദ് ചോദിച്ചാലും കുഴപ്പ. KNM എന്താ പറയുന്നത് ചോദിക്കാൻ പാടില്ല. KNMന് എന്തും പറയാം. പക്ഷെ അള്ളാന്റെ ദീൻ അങ്ങനല്ല. എന്തും പറയലല്ല. എന്തും പറയല് ദീനിന്റെ ഉദ്ദേശമല്ല. അതുകൊണ്ടാണ് അള്ളാഹുലേക്ക് റസൂലേക്ക് മടക്കിക്കൊള്ളി. 4-ാം അധ്യായം 59. അതാ ഖൈറ്. അള്ളാഹുലും അന്ത്യനിരത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കിക്കൊള്ളി. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ടോയ്ലറ്റ് കയറുമ്പോ ദുആ, ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുമ്പോ ദുആ, ഭാര്യയായിട്ട് ബന്ധപ്പെടുമ്പോ ദുആ, വാഹനത്തിൽ കയറുമ്പോ ദുആ, പള്ളിയിൽ കയറുമ്പോ ദുആ. ഏതെങ്കിലും ഒരു ദുആ ഒരു ശൈഖിനോടുണ്ടോ? 10 അള്ളഹാനോടും, 5 മുഹമ്മദ് നബീനോടും, 5 ഔലിയാക്കളോടും, 5 ജിന്നിനോടും. അങ്ങനെയുണ്ടോ? സമസ്തയുടെ മദ്രസയിൽ പോലും അതില്ല. സമസ്തയുടെ മദ്രസ പോലും ദുആന്റെ പട്ടികയിൽ പഠിപ്പിക്കുന്ന എല്ലാ ദുആയും റബ്ബന അല്ലാഹുമ്മ റബ്ബി എന്നല്ലേ? നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ എന്തുകൊണ്ട് വേറൊരു ശൈഖിനെ മരിച്ചു ഒരാളെ ചേർത്ത് ഒരു ദുആ ഉണ്ടായില്ല? എന്റെ കാലിന്റെ വേദന മാറ്റണേ മൊയ്തീൻ ശൈഖേ എന്നൊരു ദുആ ഇല്ലാത്ത? മുഹമ്മദ് നബിയെ എനിക്ക് കുട്ടിനെ തരണേ, നിങ്ങൾക്ക് ദുആ ചെയ്യാം, ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞോ? ഇല്ല. അതുകൊണ്ട് ഈ വാദം സമസ്തയുടെ വാദം മാത്രമാണ്, തെളിവല്ല. അതുകൊണ്ട് ആ വാദത്തിന്റെ പിന്നാലെ അല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ ഇങ്ങനെ വിചാരിക്കും, എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ എന്റെ റബ്ബിനെ അല്ലാതെ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കൂ, രാത്രിയുടെ ഇരുട്ട്, കടലിന്റെ ഉപരിതലത്തിലെ സെക്കൻഡ് ഇരുട്ട്, ആഴക്കടലിന്റെ തേർഡ് ഇരുട്ട്, കാർമേഘം ഘനീഭവിച്ച 4th സ്റ്റേജ്, മത്സ്യത്തിന്റെ വയറാകുന്ന 5ാമത്തെ ഇരുട്ട്. ഈ 5 ഇരുട്ടറക്കുള്ളിൽ വെച്ച് യൂനുസ് നബി ആരെ വിളിച്ചു എന്നാ അള്ളാഹ് പറയുന്നത്? 21-ാം അധ്യായം 78. ഇതാണ് തെളിവ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദുആ ചെയ്താൽ ഏത് പ്രതിസന്ധിയും നീങ്ങിക്കിട്ടും. നിനക്കെന്ത് പ്രശ്നമുണ്ടോ, നിനക്കെന്ത് ദുഃഖമുണ്ടോ, നിനക്ക് ഭാര്യ പരീക്ഷണമാണോ, നിനക്ക് ആരോഗ്യം പരീക്ഷണമാണോ, നിനക്ക് മക്കൾ പരീക്ഷണമാണോ, നിനക്ക് മറ്റുള്ള പ്രസ്ഥാനം പരീക്ഷണമാണോ, നിനക്ക് രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നില്ലേ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് ദുആ ചെയ്തോ. മുത്തുനബി നമ്മളെ പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ ചിന്തിക്കുക. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, ഞാനിവിടെ പ്രസംഗിച്ചു, ഷറഫ് ഇവിടെ പ്രസംഗിച്ചു, അതിന് മുമ്പ് വേറൊരാൾ പ്രസംഗിച്ചു. ഏതെങ്കിലും ഒന്ന് ഖുർആനിനും സുന്നത്തിനും നിലക്കാത്ത എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ കടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ശക്തിപ്പെടുത്തിയിട്ടുണ്ടാവും, മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. എന്തിന്? നരകത്ത് പോകരുതെന്നുള്ളതുകൊണ്ട്. ഇത് തമാശ കളിയല്ല, ഇത് തമാശ കളിയല്ല. മധുരം കൂട്ടരുത് ഷുഗർ രോഗിനോട് പറയാ. ദുനിയാവിലെ ശരീരം കേടരൂ. ഷുഗർ ബാധിച്ചു എന്നുള്ളതുകൊണ്ട് നരകത്ത് പോകില്ല. ഷുഗർ ബാധിച്ചു എന്നുള്ളതുകൊണ്ട് ഒരാൾ നരകത്ത് പോകില്ല. പക്ഷെ ഹൃദയത്തിൽ ഈമാൻ ഇല്ലെങ്കിൽ പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം ഗൗരവമായി നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് മനസ്സ് തട്ടി പറയാനുള്ള ഒറ്റ വാചകമാണ്. സുഹൃത്തുക്കളെ, രക്ഷപ്പെടണമെങ്കിൽ ഖുർആനും സുന്നത്തും യജോദിതം പഠിക്കാൻ തയ്യാറാകണം. പടച്ചോനിൽ ഒരു കാരണവശാലും പങ്കു ചേർക്കില്ലെന്ന് തീരുമാനിക്കും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗത്ത് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും സ്ട്രോങ്ങിൽ ഉൾക്കൊള്ളേണ്ട ആശയം, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല. ഖുർആനിൽ ഒരിടത്ത് പോലും അതിനൊരു വഴിയോ ഒരു മാർഗമോ
ഒരു മാതൃകയോ ഇല്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം.